ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തനതായ കൃഷി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നെല്ല്. ഊർജത്തിൻ്റെ പ്രധാന സ്രോതസ്സായ അരി ലഭിക്കുന്നത് നെല്ലിൽ നിന്നാണ്. വെറുമൊരു ഭക്ഷ്യവിള എന്നതിലുപരി നിരവധി ഔഷധ ഗുണങ്ങളും നെല്ലിനുണ്ട്. പ്രധാന വിറ്റാമിനുകളും പോഷകങ്ങളും നെല്ലിൽ, പ്രത്യേകിച്ച് തവിട് കളയാത്ത മട്ട അരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകങ്ങൾ ഇവയാണ്. വിറ്റാമിൻ B1, തയമിൻ നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. വിറ്റാമിൻ B3, നിയാസിൻ, B6 ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു. നാരുകൾ, ഫൈബർ. തവിടുള്ള അരിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം സുഗമമാക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു. ധാതുക്കൾ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സെലീനിയം, മാംഗനീസ് എന്നിവ നെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ: പെട്ടെന്നുള്ള ഊർജം. കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാൻ അരി ഭക്ഷണത്തിന് സാധിക്കും. ഹൃദയാരോഗ്യം. തവിടുള്ള അരി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. രക്തസമ്മർദ്ദം. സോഡിയം കുറവായതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അനുയോജ്യമായ ഭക്ഷണമാണിത്. ഔഷധ നെല്ലിനങ്ങൾ ഏതൊക്കെയെന്നൊന്ന് നോക്കിയാലോ. ഞവര. ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഞവര നെല്ല് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. രക്തശാലി. യൗവനം നിലനിർത്താനും വിളർച്ച തടയാനും ഈ അരി സഹായിക്കുന്നു. നവര അരിയുടെ പ്രധാന ഔഷധ ഗുണങ്ങൾ: രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. നാഡീസംബന്ധമായ അസുഖങ്ങൾക്കും വാതസംബന്ധമായ വേദനകൾക്കും ഉത്തമ പരിഹാരമാണ്. ദഹനം സുഗമമാക്കുന്നു. അൾസർ, കുടൽ രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു മികച്ച പോഷക ആഹാരമാണ്. രക്തശുദ്ധി വരുത്താനും ചർമ്മരോഗങ്ങൾ കുറക്കാനും നവര ഉപയോഗിക്കുന്നു. കേരളത്തിൽ നവര കഴിഞ്ഞാൽ ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാന അരിയാണ് രക്തശാലി. ചുവന്ന അരി. ഞവരയെ പോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. രക്തശാലി അരിയുടെ പ്രധാന ഗുണങ്ങൾ പറഞ്ഞുതരാം. രക്തശുദ്ധി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. വിളർച്ച, അനീമിയ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ത്രിദോഷ ശമനം. വാദം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെ ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള അപൂർവം ധാന്യങ്ങളിൽ ഒന്നാണിത്. ആന്റി ഓക്സിഡന്റുകൾ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ കോശങ്ങളെ തേയ്മാനം തടയാനും അകാല വാർദ്ധക്യം കുറക്കാനും സഹായിക്കുന്നു. അലർജി പ്രതിരോധം. ചർമ്മത്തിലുണ്ടാകുന്ന അലർജികൾ, ചൊറിച്ചിൽ എന്നിവ കുറക്കാൻ രക്തശാലി പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമായ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നു. നവരയും രക്തശാലിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം: നവര പേശികളുടെ ബലത്തിനും വാദസംബന്ധമായ ചികിത്സയ്ക്കും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നവരക്കിഴി എന്നൊക്കെ പറയാറില്ലേ. രക്തശാലി അരിയാണെങ്കിൽ രക്തം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തിനും. ഇനി നമുക്ക് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മട്ട അരിയുടെ പ്രധാന ഗുണങ്ങളൊന്ന് നോക്കിയാലോ. ധാരാളം നാരുകൾ. തവിട് കളയാത്തതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറക്കാനും സഹായിക്കുന്നു. പ്രമേഹ നിയന്ത്രണം. ഇതിലെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുന്നു. പോഷക സമൃദ്ധം. വിറ്റാമിൻ B6, മഗ്നീഷ്യം, സിങ്ക് എന്നിവ ഇതിൽ ധാരാളമുണ്ട്. മട്ട അരിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം സുഗമമാക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു. ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കുന്നതിനാൽ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചതാണ്. വെള്ള അരിയെ അപേക്ഷിച്ച് മട്ട അരിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുന്നു. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഡോക്ടർമാർ മട്ട അരി നിർദ്ദേശിക്കാറുണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും പോഷകങ്ങളും ധാരാളമുണ്ട്. മട്ട അരിയിൽ മഗ്നീഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, വിറ്റാമിൻ B6 രക്തകോശങ്ങളുടെ ഉൽപാദനത്തിന്, സിങ്ക് ഇരുമ്പ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ. മട്ട അരിയിൽ സ്വാഭാവികമായും സോഡിയം കുറവായതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് BP ഇത് സുരക്ഷിതമായി കഴിക്കാം. നെൽകൃഷി കേവലം പാടത്ത് മാത്രമല്ല, ഇന്ന് പറമ്പിലും ചാക്കിലും വരെ
കരനെൽ കൃഷി പലരും വിജയകരമായി ചെയ്യുന്നുണ്ട്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് വളർത്തുന്ന ഇത്തരം ഔഷധ നെല്ലിനങ്ങൾക്ക് വിപണിയിൽ വലിയ ഡിമാൻഡുകളാണ്. സാധാരണ അരിയെ അപേക്ഷിച്ച് തവിട് കളയാത്ത കുത്തരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരി പോലെ തന്നെ പ്രധാനമാണ് കഞ്ഞിവെള്ളവും. ഇത് വെറുമൊരു വേസ്റ്റ് വെള്ളമല്ല, ചെടികൾക്ക് മികച്ചൊരു വളമായും ദഹന പ്രശ്നങ്ങൾക്ക് ഒരു ഔഷധമായും ഇത് ഉപയോഗിക്കാം. തലമുടി കഴുകാൻ ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും ലഭിക്കും. ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നവര 2 തരമുണ്ട്: കറുത്ത നവര, വെളുത്ത നവര. ഇതിൽ കറുത്ത ഞവരക്കാണ് കൂടുതൽ വീര്യം കൂടുതൽ. ആയുർവേദ ചികിത്സ, കഷായം, പിഴിച്ചിൽ, ഞവരക്കിഴി എന്നിവക്ക് ഇത് അത്യാവശ്യമാണ്. പേശികൾക്ക് ബലം നൽകാനും വാദസംബന്ധമായ രോഗങ്ങൾക്കും ഇത് ഉത്തമമാണ്. ഇത് വിവരങ്ങൾ നൽകാൻ മാത്രമുള്ളതാണ്. മെഡിക്കൽ സംബന്ധമായ ഉപദേശത്തിനോ രോഗനിർണയത്തിനോ വിദഗ്ധരെ സമീപിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.